പറവൂര് ഒരു വീട്ടിലെ 4 അംഗത്തിനെ പൈപ്പ് കൊണ്ടടിച്ചു. 3 പേര് കൊല്ലപ്പെട്ടു. നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. അയൽവാസിയായ ഋതു ജയൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് അഡിക്റ്റാണ് ഈ കൊലപാതകം നടത്തിയത്. ചേന്നമംഗലം പേരപ്പാടത്ത് കാട്ടിപ്പറമ്പിലെ വേണു 69 വയസ്സുണ്ട്. ഭാര്യ 62 വയസ്സുകാരി ഉഷ. അവരുടെ മകൾ വിനീഷ 32 വയസ്സ്. ഇവരെ 3 പേരെയും ഇന്നലെ വൈകിട്ട് 6:30 മണിയോടുകൂടി തൊട്ടടുത്ത ഓപ്പോസിറ്റുള്ള വീട്ടിൽ താമസിക്കുന്ന റോഡിന്റെ ഇക്കരയും റോഡിന്റെ അപ്പുറത്ത് താമസിക്കുന്ന റിതിൻ ജയൻ എന്ന് പറഞ്ഞ ഒരാള്, അയാൾ ഋതു എന്നാണ് വിളിക്കപ്പെടുന്നത്. അയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്. പൈപ്പുമായിട്ട് ഇവരുടെ വീട്ടിൽ കയറി തലങ്ങും വിലങ്ങും അവരെ തലക്കിട്ടടിച്ചു. 3 പേരെ അപ്പോൾ തന്നെ മരിച്ചു. വേണുവും ഭാര്യയും വിനീഷയും അവിടെ തന്നെ മരിച്ചു കിടന്നു. കൂടെ ഉണ്ടായിരുന്ന വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുകയാണ്. ഈ സംഭവം അയൽവക്കാരുമായിട്ടൊരു ചില വഴക്കായിരുന്നു. 1 വർഷമായിട്ട് വഴക്ക് നിലനിൽക്കുന്നുണ്ട്. ഋതു എന്ന് പറഞ്ഞ ജയനെ റൗഡിയാണ്. അയാള് ഒരു മോഷണ കേസ് ഉൾപ്പെടെ 3 കേസിലെ പ്രതിയാണ്. അയാള് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. കൂടെ ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തും. അവരെ കൊല്ലുമെന്ന് പറയും, അവരെ കത്തിച്ചു കളയുമെന്ന് പറയും. അതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പല പരാതികളും കൊടുത്തു. ഋതുവിന്റെ പിതാവ് എന്ന് പറഞ്ഞ് ഇവനെ ചികിത്സിച്ചോളാം, ഇവരെ രക്ഷപ്പെടുത്തിക്കോളാം, ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഗ്യാരണ്ടിയിലൂടെ പോലീസ് സ്റ്റേഷനിൽ വിട്ടു. പക്ഷേ പോലീസ് അതിശക്തമായ പ്രിവെന്റീവ് നടപടി എടുക്കേണ്ടതായിരുന്നു എന്നാണ്. കാരണം ചികിത്സിച്ചാലും അയാൾ ആ വീട്ടിലുണ്ട്. അയാൾ കൂടെ ഡ്രഗ്സ് അടിച്ചിട്ട് അതിൻ്റെ പ്രതികരണം എന്ന പോലെ വയലന്റ് ആവും. വൈരാഗ്യമുള്ള അയലൊക്കത്തെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കും. അവരെ കൊല്ലുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. വേണുവും ഭാര്യയും മൂത്ത മകളും കൊല്ലപ്പെട്ടു. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ്. വീട്ടിനകത്ത് കയറി പൈപ്പ് കൊണ്ട് ഇന്നലെ രാത്രി 6:30 മണിക്ക് എല്ലാവരെയും അടിക്കുന്ന കണ്ടപ്പോൾ വിനീഷയുടെ 2 മക്കള്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി, അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. 6ാം ക്ലാസ്സുകാരി രാധികയും 1ാം ക്ലാസ്സുകാരി അവനിയും ഓടി അടുത്ത സഹോദരിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. സഹോദരി നിതയാണ് ഇപ്പൊ അവരെ സംരക്ഷിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മ കൊല്ലപ്പെട്ടു. അപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുകയാണ്. ഫെബ്രുവരി 25-ാം തീയതിയോളം മടങ്ങി വിദേശത്ത് പോകാനിരുന്ന ആളാണ് ജിതിൻ ബോസ്. അയാൾ വിദേശത്തായിരുന്നു. ഇപ്പൊ അവിടെ വന്ന് വീടൊക്കെ വെച്ചു സമാധാനപരമായി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു പുതിയ വീട്ടുകാർ വന്നു. അയാൾ കുറെ നാളുകളായിട്ട് അവിടെ മുമ്പ് വന്ന് വീട് വിലയ്ക്ക് വാങ്ങിച്ച് താമസിക്കുന്ന ആളാണ്. ഋതു അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, വയലന്റ് ആണ് എപ്പോഴും. ഇവരെ 3 പേരെയും തലക്കിട്ടടിച്ച് 3 പേരും കൊല്ലപ്പെട്ടു. മറ്റേയാളും മരിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി. മക്കൾ 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇയാള് ജിതിന്റെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. അത് കയറി നേരെ പോലീസ് സ്റ്റേഷൻ ഇടങ്ങാൻ പോകുന്നെന്നാണ് പറയുന്നത്. അതിൽ സംഭവം അറിഞ്ഞ് കൃത്യസ്ഥലത്തേക്ക് വന്ന പോലീസ് ഈ ബൈക്കിൽ ഒരാൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർ വാഹനം നിർത്തി. ബൈക്ക് സ്വല്പം മുന്നോട്ട് പോയെങ്കിൽ തിരിച്ചു വന്നു. അവൻ കീഴടങ്ങി. പോലീസ് അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. 4 പേരെയും കൃത്യസ്ഥലത്ത് നിന്ന് ജിതിന്റെ സുഹൃത്തുക്കൾ 4 പേര് സംഭവം അറിഞ്ഞ് ഓടിയെത്തി. അവര് 4 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 പേര് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു. കാരണം ഇരുമ്പ് പൈപ്പ് കൊണ്ടാണ് തലക്കിട്ടടിക്കുന്നത്. ഒരടി മതി മരിക്കാൻ. എല്ലാവരും തലക്കിട്ടടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒറ്റ അടിക്ക് തന്നെ അവർ മരണപ്പെട്ടു വീണു. ജിതിൻ മാത്രം അടി എന്തോ വശക്കേടിൽ അല്പം മാറിയിട്ടുണ്ടാവണം, എങ്കിലും ഗുരുതാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ കിടക്കുന്നത്. നമുക്ക് ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള പയ്യന്മാരുടെ സംഖ്യ കേരളത്തിൽ കൂടുകയാണ്. ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ പലരും വാഹനം എടുത്തുകൊണ്ട് പോയി സ്വയം വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നത് കാണാം. മറ്റുള്ള വാഹനങ്ങൾ ചെന്ന് ഇടിച്ചവർ മരണപ്പെടുന്നതും കാണാം.
വയലൻ്റായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലെല്ലാം. കുട്ടികൾ എല്ലാവരും ഡ്രഗ്സിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനെ തടയാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ളവരെ പെർമനൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും പ്രിവെൻറ്റീവായി അറസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് അതുപോലെ ഗവൺമെൻറ്റും ഇതേപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡ്രഗ്സ് അഡിക്റ്റ് വയലൻ്റ് ആവരെ പ്രത്യേകമായി അവരെ ആ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ആളെ കിടത്തുന്ന പോലെ പ്രത്യേകമായ ആശുപത്രികൾ 3 റീജിയണിൽ തുടങ്ങുന്നതായിരിക്കും ഉത്തമം. കോഴിക്കോടും എറണാകുളവും ട്രിവാൻഡ്രവും. കാരണം ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആളെ പോലീസ് ആക്ട് പ്രകാരം റിമൂവ് ചെയ്ത് അവിടെ പരിശോധനയ്ക്കായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം മരണം ഡ്രഗ്സ് അടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ധാരാളം പേര് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. നമ്മുടെ സാമൂഹ്യമായ അന്തരീക്ഷമാകെ മാറി. സമാധാനപരമായ അന്തരീക്ഷം നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അതുപോലെ ഡ്രഗ്സുകൾ ഇങ്ങോട്ട് വരികയാണ്. പല തരത്തിലുള്ള സാധനങ്ങളും, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങളും, കഞ്ചാവ് ഉൾപ്പെടെ MDMA, വിവിധ തരങ്ങളിലുള്ള ഡ്രഗ്സ് കേരളത്തിൽ അതുപോലെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ഒരു 10-20% അടിക്കാൻ തുടങ്ങി. പെൺകുട്ടികളും ഉണ്ടാക്കൂടെ, മദ്യപാനവുമുണ്ട്. അപ്പം ഇതിന് നമുക്ക് അവരെ ശിക്ഷിച്ച് ജയിലിടുന്നല്ല പോകാൻ വഴി. ഡ്രഗ്സ് അടിക്കുന്നവരെ ഓരോ പഞ്ചായത്തിൽ എത്ര പേരുണ്ടെന്ന് നോക്കുക, അവരെ ട്രീറ്റ് ചെയ്യുക. അവരെ ട്രീറ്റ് ചെയ്യുന്നതിന് പ്രത്യേക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലെ പ്രത്യേക ഹോസ്പിറ്റൽ തുടങ്ങുക, സെല്ല് പോലെയുള്ള ഹോസ്പിറ്റൽ തുടങ്ങുക. സൈക്കാട്രി ഡോക്ടറും അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്യണം. റീജിയണലായിട്ട് 3 എണ്ണമെങ്കിലും അടിയന്തരമായിട്ട് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഇതേപ്പറ്റി കാലോചിതമായി ഗൗരവമായി ചിന്തിക്കണം. അല്ലെങ്കിൽ ഓരോ താലൂക്ക് ആശുപത്രിയിലെ കൂടെ ഓരോ പ്രത്യേക ഏരിയ 10, 12, 15 പേരെ അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും സെല്ലിൻ്റെ സൗകര്യത്തോടു കൂടി അങ്ങനെ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയേ പറ്റുള്ളൂ. ഗ്രാമങ്ങളിലെല്ലാം ഇതുപോലെയുള്ള വയലൻ്റായ കഥാപാത്രങ്ങൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവരെ നമുക്ക് തടയാൻ കഴിയില്ല. തടഞ്ഞാൽ നമ്മൾ കൊല്ലപ്പെടും. അതുകൊണ്ട് പോലീസിന് ഒരു പരിധി വരെ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പം തന്നെ ഈ സംഭവത്തിലെ പോലീസ് ഇയാളെ വിളിച്ചു ട്രീറ്റ്മെൻറ്റിന് അയക്കാം എന്ന് പിതാവ് ഗ്യാരണ്ടി കൊടുത്ത് പോയതാണ്. ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നവരെ നിരന്തരമായി അവരെ ഒബ്സർവ് ചെയ്ത് 2-3 മാസം അല്ലെങ്കിൽ 90 ദിവസമെങ്കിലും അവരെ എവിടെയെങ്കിലും പാർപ്പിച്ച് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള മരണങ്ങളുണ്ടാവും. 2 കുട്ടികൾ ആണ് ഇപ്പോൾ അനാഥരാകുന്നത്. പിതാവ് അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അമ്മ കൊല്ലപ്പെട്ടു, വല്യമ്മയും വല്യച്ഛനും കൊല്ലപ്പെട്ടു. അത് ആ കുടുംബം തീർച്ചയായിട്ടും ആശ്രയമില്ലാതെ പോയി കഴിഞ്ഞു. ഗൾഫിൽ ജോലിയുള്ള ജിതിന് ഫെബ്രുവരി മടങ്ങിപ്പോകേണ്ടതാണ്. ആ കുടുംബം രക്ഷപ്പെട്ടു വരുന്നതാണ് കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതുപോലെയുള്ള ഡ്രഗ്സ് അഡിക്റ്റുകൾ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഒരു കുടുംബവും രക്ഷപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിസ്സാര കാര്യത്തിന് അവർ വയലൻ്റായി അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും അറിയത്തില്ല. ഈ 3 പേര് കൊല്ലപ്പെട്ടു, അല്ല 4 പേരും മരിച്ചു എന്ന് പറഞ്ഞ് അയാൾ ബൈക്കെടുത്ത് പോയത് ഇപ്പം ശാന്തനായിട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാളെ റിമാൻഡ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് വളരെ ശാന്തനായിട്ടാണ് ഇരിക്കുന്നത്. ആ അവസ്ഥ അങ്ങ് മാറിയിരിക്കുന്നു. അത് ഡ്രഗ്സ് തന്നെയാണ്. അപ്പോൾ ഇത് കൂലങ്കക്ഷമായി പഠിക്കണം. അതേസമയത്ത് എല്ലാ റീജിയണിലെ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിൽ എല്ലായിടത്തും മാൻഡേറ്ററി ആയിട്ട് കമ്പൽസറി ആയിട്ട് ഒരു സെല്ല്, ഇതുപോലെയുള്ള ഡ്രഗ്സ് അഡിക്റ്റിന് സെല്ലുണ്ടാകണം. അവിടെ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ ഒബ്സർവേഷനും 15 ദിവസമോ 30 ദിവസം കിടക്കണം. അങ്ങനെയുള്ള വീട്ടുകാർ മിക്കവാറും ഉള്ള പയ്യന്മാരൊക്കെ എന്തെങ്കിലും അവർക്ക് ചെലവിനുള്ളത് വീട്ടുകാർ കൊടുക്കും. അങ്ങനെയുള്ള ഒരു അസൈലം ഇവർക്ക് വേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.